നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ദിവസവും നാരങ്ങാവെള്ളം കുടിച്ചാൽ നശിക്കുന്ന ഭാഗം ഏത്? എല്ല്, മുടി, കണ്ണ്, പല്ല്. ദിവസവും നാരങ്ങാവെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ എല്ലുകൾക്ക് ക്ഷയം ഉണ്ടാകുന്നു. ലൈംഗിക വികാരം കൂട്ടുന്ന ഭക്ഷണം ഏത്? ജ്യൂസ്, ചായ, വൈൻ, മോര്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൈംഗിക വികാരം കൂട്ടുന്ന ഭക്ഷണമാണ് വൈൻ. താഴെ പറയുന്നവയിൽ ഏത് പൂവ് കഴിച്ചാലാണ് മരണസാധ്യത ഉണ്ടാകുന്നത്? അരളി, ലില്ലി, ഡാലിയ, മുല്ല. അരളിപ്പൂ കഴിക്കാൻ പാടില്ല. മദ്യം കഴിക്കുന്ന മൃഗം ഏത്? കുരങ്ങ്, ആട്, ഒട്ടകം, പശു. മദ്യം കഴിക്കുന്ന മൃഗം ഏതാണ്? കുരങ്ങാണ് ശരിയായ ഉത്തരം. ദഹനം എളുപ്പമാക്കാൻ കോഴി കഴിക്കുന്ന വസ്തു ഏത്? വൈക്കോൽ, പുഴു, ചകിരി, കല്ല്. ദഹനം എളുപ്പമാക്കാൻ കോഴികൾ കഴിക്കുന്നത് കല്ലാണ്. ശരീരത്തിൽ തന്നെ ഉപ്പ് അരിക്കാൻ കഴിവുള്ള അവയവമുള്ള പക്ഷി ഏത്? പെൻഗ്വിൻ, കുയിൽ, വേഴാമ്പൽ, പൊന്മാൻ. പെൻഗ്വിനാണ് ശരിയായ ഉത്തരം. ദുർഗന്ധമുള്ള പഴം ഏത്? ലിച്ചി, ഡ്രാഗൺ, ദുരിയാൻ, കിവി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദുർഗന്ധമുള്ള പഴം ഏത്? ദുരിയാനാണ് ശരിയായ ഉത്തരം. ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഏൽക്കുന്ന മരം ഏത്? ഓക്ക്, പന, മുരിക്ക്, മാവ്. ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഏൽക്കുന്ന മരമാണ് ഓക്ക് മരം. ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത്? തക്കാളി, ജീരകം, വെണ്ടയ്ക്ക, മുട്ട. ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണമാണ് മുട്ട. ഇരുമ്പാണി വരെ ദഹിപ്പിക്കാൻ കഴിയുന്ന ജീവി ഏത്? ആട്, ആമ, മുതല, കുതിര. ഇരുമ്പാണിയെ വരെ ദഹിപ്പിക്കാൻ കഴിവുള്ള ജീവിയാണ് മുതല. ദഹനത്തെ വർദ്ധിപ്പിക്കുന്ന വെള്ളം ഏത്? ജീരകവെള്ളം, പട്ടവെള്ളം, ഗ്രാമ്പൂ, കറുവപ്പട്ട. ദഹനത്തെ ദഹിപ്പിക്കുന്ന വെള്ളമാണ് ജീരകവെള്ളം. ഉച്ചയുറക്കം കൂടിയാൽ സംഭവിക്കുന്ന രോഗം ഏത്? കഫക്കെട്ട്, ട്യൂമർ, തിമിരം, ക്യാൻസർ. ഉച്ചയുറക്കം കൂടുതൽ ഉള്ളവർക്ക് കഫക്കെട്ട് ഉണ്ടാകുന്നു. തൊണ്ടവേദന കൂട്ടുന്ന ഭക്ഷണം ഏത്? ഹൽവ, നട്ട്സ്, തക്കാളി, മോര്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൊണ്ടവേദന കൂട്ടുന്ന ഭക്ഷണമാണ് നട്ട്സ്. ദീർഘദൂരം പോയി മുട്ടയിടുന്ന മത്സ്യം ഏത്? പിരാന, ചെമ്മീൻ, സാൽമൺ, ട്യൂണ. ദീർഘദൂരം പോയി മുട്ടയിടുന്ന മത്സ്യമാണ് സാൽമൺ. ശസ്ത്രക്രിയകൾക്ക് ഉപയോഗിക്കുന്ന നൂല് ഉണ്ടാക്കാൻ ആവശ്യമായ മൃഗഭാഗം? വാൽ, കുടൽ, കൊമ്പ്, കണ്ണ്. കുടലാണ് ശരിയായ ഉത്തരം. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്ന്? 1809, 1807, 1806, 1808. കുണ്ടറ വിളംബരം നടത്തിയത് 1809 പഴശ്ശി സ്മാരകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി, വയനാട്, കോട്ടയം, കണ്ണൂർ. പഴശ്ശി സ്മാരകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. പഴശ്ശി മ്യൂസിയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ, കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട.
ഏത് ജില്ലയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലാണ്. പഴശ്ശി ജലസംഭരണി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ. പഴശ്ശി ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി? സിന്ധു നദി, ഗംഗാ നദി, യമുന നദി, ബ്രഹ്മപുത്ര നദി. ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദിയാണ് സിന്ധു നദി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെ? ബാംഗ്ലൂർ, ന്യൂഡൽഹി, മുംബൈ, കൊച്ചി. GST കൗൺസിലിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം? നായർ, ബ്രാഹ്മണ, ചേകവർ, നമ്പൂതിരി സമുദായത്തിലാണ്. സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്, കൊച്ചി, കോട്ടയം, തൃശ്ശൂർ. സന്മാർഗദർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? ഇടുക്കി, പാലക്കാട്, കോട്ടയം, പത്തനംതിട്ട. ആനക്കര സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബക്രാനങ്കൽ കനാൽ പ്രൊജക്റ്റ് ആരംഭിച്ചത്? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. ബക്രാനങ്കൽ കനാൽ പ്രൊജക്റ്റ് ആരംഭിച്ചത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ചുവന്ന വിയർപ്പ് കണങ്ങൾ ഉണ്ടാക്കുന്ന ജീവി ഏത്? ഹിപ്പോപൊട്ടാമസ്, ഒട്ടകം, ആന, കുതിര. ചുവന്ന വിയർപ്പ് കണങ്ങൾ ഉണ്ടാക്കുന്ന ജീവിയാണ് ഹിപ്പോപൊട്ടാമസ്. ഇന്ത്യൻ സമുദ്രതീരങ്ങളിൽ കാണുന്ന കടൽപ്പാമ്പ് ഏത്? എൻഹൈഡ്രിന, ഹൈഡ്രോഫിന, ആഡർ, മനാട്ടസ്. ഇന്ത്യൻ സമുദ്രതീരങ്ങളിൽ കാണുന്ന കടൽപ്പാമ്പാണ് എൻഹൈഡ്രിന. കൃത്രിമ ജീൻ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ ആര്? എൻറിക്കോ ഫെർമി, റിച്ചാർഡ്, റോബർട്ട് ഡാർവിൻ, H.G. ഗൊരാന. H.G. ഗൊരാനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കർണാടകയാണ് ശരിയായ ഉത്തരം. ചാർമിനാർ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ്. ഏത് നഗരത്തിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ്. ഗോവയുടെ ഔദ്യോഗിക ഭാഷ ഏത്? കൊങ്ങിണി, മലയാളം, ഇംഗ്ലീഷ്, തുളു. ഗോവയുടെ ഔദ്യോഗിക ഭാഷ കൊങ്ങിണിയാണ്. കേരളത്തിലെ മിക്ക വൻകിട വ്യവസായങ്ങളും കാണപ്പെടുന്ന ജില്ല ഏത്? എറണാകുളം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ. കേരളത്തിലെ മിക്ക വൻകിട വ്യവസായങ്ങളും കാണപ്പെടുന്ന ജില്ലയാണ് എറണാകുളം. നോബൽ സമ്മാനം നൽകുന്നത് ഏത് ദിവസമാണ്? ജനുവരി 8, ഡിസംബർ 10, മാർച്ച് 12, ഏപ്രിൽ 4. നോബൽ സമ്മാനം സാധാരണയായി നൽകപ്പെടുന്ന ദിവസം ഡിസംബർ 10-നാണ്. ലോകത്തിൽ ഏറ്റവും ആഴം കൂടിയ തടാകം ഏത്? റഷ്യയിലുള്ള ബേക്കൽ തടാകം, ഇന്ദിരാസാഗർ, ചിപ്ക തടാകം, ജോഗ് തടാകം. ഏറ്റവും കൂടുതൽ ആഴം കൂടിയ തടാകമാണ് റഷ്യയിലുള്ള ബേക്കൽ തടാകം. വാതരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഔഷധ ചെടി ഏത്? കൂവളം, കരിങ്കുറിഞ്ഞി, വയമ്പ്, ആര്യവേപ്പ്. വാതരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രധാന ഔഷധ ചെടിയാണ് കരിങ്കുറിഞ്ഞി. കാട്ടിലെ മരപ്പണിക്കാർ എന്നറിയപ്പെടുന്ന പക്ഷി ഏത്? ഉപ്പൻ, മൈന, കുയിൽ, മരംകൊത്തി. കാട്ടിലെ മരപ്പണിക്കാർ എന്ന് വിശേഷണം ഉള്ള പക്ഷിയാണ് മരംകൊത്തി. മലേറിയ രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? കരൾ, വൃക്ക, ഹൃദയം, ധമനി.
മലേറിയ രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് കരൾ. പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് അഗ്ലൂട്ടിനേഷൻ, ഹെപ്പാരിൻ, സ്റ്റേപ്പിസ്, സ്റ്റെപ്റ്റോൺ. അഗ്ലൂട്ടിനേഷനാണ് ശരിയായ ഉത്തരം. പ്രകാശ നിരോധകമായ ഗ്ലാസ് ഏത്? ഫൈബർ ഗ്ലാസ്, ഇലക്ട്രിക് പ്ലെയിൻ ഗ്ലാസ്, സെറാമിക് ഗ്ലാസ്, ഫോട്ടോഗ്രാമിക് ഗ്ലാസ്. സെറാമിക് ഗ്ലാസ്സാണ് ശരിയായ ഉത്തരം. സ്വർഗത്തിൻ്റെ സമ്മാനം എന്ന് പണ്ഡിതന്മാർ വിളിക്കുന്ന ശാസ്ത്രജ്ഞൻ ആര്? ഹിപ്പാരസ്, ശ്രീനിവാസ രാമാനുജൻ, ഇറാത്തോസ്തനീസ്, കാൻഡർ. ശ്രീനിവാസ രാമാനുജനാണ് ശരിയായ ഉത്തരം. പച്ചക്കറികളിൽ കൂടി ലഭ്യമാകാത്ത ജീവകം ഏത്? ജീവകം സി, ജീവകം എ, ജീവകം ഡി, ജീവകം ബി. പച്ചക്കറികളിൽ നിന്ന് ലഭ്യമാകാത്ത ജീവകമാണ് ജീവകം ഡി. ഇന്ത്യയുടെ ദേശീയ അടയാളമായ ധർമ്മചക്രം ഏത് സ്ഥലത്ത് സ്ഥാപിച്ചുള്ള അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? സാഞ്ചി, പാടലീപുത്രം, സാരാനാഥ്, പ്രയാഗ്. സാരാനാഥാണ് ശരിയായ ഉത്തരം. ലോകത്തിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഇന്ത്യ, ചൈന, അമേരിക്ക, ജപ്പാൻ. വലുപ്പത്തിൽ 7ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? 7 കാണ്ഡങ്ങൾ, 8 കാണ്ഡങ്ങൾ, 9 കാണ്ഡങ്ങൾ, 10 കാണ്ഡങ്ങൾ. രാമായണത്തിൽ ആകെ 7 കാണ്ഡങ്ങളാണ് ഉള്ളത്. കായിക കേരളത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? CK ബാലകൃഷ്ണൻ, GN ഗോപാൽ, കേണൽ ഗോദവർമ്മ രാജ, CK ലക്ഷ്മണൻ. കേണൽ ഗോദവർമ്മ രാജയാണ് ശരിയായ ഉത്തരം. തിളക്കമുള്ള ധാതുക്കൾക്ക് പറയുന്ന പേര് എന്ത്? ലോഹങ്ങൾ, ബസാൾട്ട്, മാഗ്മ, നയസ്. ലോഹങ്ങളാണ് ശരിയായ ഉത്തരം. ആഫ്രിക്ക വൻകരയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്? ആൽപ്സ്, കിളിമഞ്ചാരോ, കാഞ്ചൻഗംഗ, അറ്റ്ലസ്. കിളിമഞ്ചാരോയാണ് ശരിയായ ഉത്തരം. ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ചണവിഭാഗത്തിൽപ്പെട്ട സസ്യമേത്? ഫ്ലാക്സ്, കരിമ്പ്, ചണം, രാമച്ചം. ഫ്ലാക്സ് ആണ് ശരിയായ ഉത്തരം. വയറുകടി, ഉദരരോഗങ്ങൾ, ഗ്രഹണി എന്നിവയ്ക്ക് ഉത്തമമായ ഔഷധ സസ്യമേത്? തുളസി, ബ്രഹ്മി, തിപ്പലി, പുളിയാറില. പുളിയാറിലയാണ് ശരിയായ ഉത്തരം. സൗഹൃദം, സമാധാനം, പ്രേമം എന്നിവയുടെ പ്രതീകമായി മിക്ക രാജ്യക്കാരും കരുതുന്ന പക്ഷി ഏത്? പ്രാവ്, തത്ത, മൈന, കാക്ക. പ്രാവാണ് ശരിയായ ഉത്തരം. സ്ത്രീകൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ലൈംഗിക താൽപ്പര്യം കൂടുന്നത്? തലോടൽ, ചുംബനം, ആലിംഗനം ഇവയെല്ലാം ചെയ്യുമ്പോൾ. സാമുവൽ ഹാനിമാൻ ഏത് രാജ്യക്കാരനായിരുന്നു? ജർമ്മനി, ബ്രിട്ടൻ, ഇന്ത്യ, ഇറ്റലി. സാമുവൽ ഹാനിമാൻ ഏതു രാജ്യക്കാരനായിരുന്നു? ജർമ്മനിക്കാരനായിരുന്നു. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? ഫാൽക്കൺ, യമു, പെൻഗ്വിൻ, സ്നോബർഡ്. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി ഫാൽക്കണാണ്. ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനായിരുന്നു? യൂറോപ്പ്, അയർലൻഡ്, ചൈന, ലണ്ടൻ. ജെയിംസ് ഡാറ അയർലൻഡുകാരനായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്, ഹരിയാന, മണിപ്പൂർ, മേഘാലയ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏത്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്. പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്
വടക്കേ അമേരിക്കയിലാണ്. കൃഷ്ണദേവനായരുടെ സമകാലികനായിരുന്ന മുഗൾ ഭരണാധികാരി ആര്? ബാബർ, അക്ബർ, ഷാജഹാൻ ഇവരാരുമല്ല. ബാബറാണ് ശരിയായ ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ച സ്ഥലം? കൊച്ചി, നിലമ്പൂർ, ഉഴവൂർ, പറവൂർ. കേരളത്തിലെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് കൊച്ചിയിലായിരുന്നു. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 19, ഡിസംബർ 12, ഡിസംബർ 10, ഡിസംബർ 22. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-നാണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 9, 10, 11 സീറ്റുകൾ, 17 സീറ്റുകൾ. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. കേരള സർക്കാർ നടപ്പാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? എയ്ഡ്സ്, കുഷ്ഠം, ക്യാൻസർ, മലമ്പനി. സുകൃതം പദ്ധതി ക്യാൻസർ രോഗികൾക്കായിരുന്നു. വിൻഡോസ് OXന്റെ ഏറ്റവും പുതിയ പതിപ്പ്? വിൻഡോസ് 11, വിൻഡോസ് 12, വിൻഡോസ് 18, വിൻഡോസ് 10. വിൻഡോസ് OXന്റെ ഏറ്റവും പുതിയ പതിപ്പ് വിൻഡോസ് 11 ആണ്. ചുവടെ പറയുന്നവയിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡിന് ഉദാഹരണമേത്? ഗ്ലാസ്, പ്ലാസ്റ്റിക്, ജലം, ആസിഡ്. ഗ്ലാസ്സാണ് ശരിയായ ഉത്തരം. ഇളനീരാട്ടം, നെയ്യാട്ടം എന്നിവയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രമേത്? പറശ്ശിനി, കൊട്ടിയൂർ, ഗുരുവായൂർ, ശബരിമല. കൊട്ടിയൂരാണ് ശരിയായ ഉത്തരം. ഓണത്തെ ദേശീയോത്സവമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച വർഷം? 1961, 1962, 1963, 1964. 1961-നായിരുന്നു. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ച വിദേശികളാര്? ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ച വിദേശി ഡച്ചുകാരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ്, കോയമ്പത്തൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഉത്തർപ്രദേശ്, ബീഹാർ, മണിപ്പൂർ, ഹരിയാന. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? കേരളം, ഗോവ, ജമ്മു കാശ്മീർ, കർണാടക. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്ക, നേപ്പാൾ, അമേരിക്ക, ഭൂട്ടാൻ. ദക്ഷിണാഫ്രിക്കയാണ് ശരിയായ ഉത്തരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം? 2005, 2008, 2012, 2011. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത് 2005-നായിരുന്നു. പേശികളില്ലാത്ത അവയവം ഏത്? ശ്വാസകോശം, വൃക്ക, കരൾ, ചെറുകുടൽ. താഴെ പറയുന്നവയിൽ പേശികളില്ലാത്ത മനുഷ്യ അവയവമാണ് ശ്വാസകോശം. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം? 1995, 1994, 1993, 1991. 1995-ലായിരുന്നു.
ഭൂട്ടാനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്, സിക്കിം, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര. ഭൂട്ടാനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് ബേരിയം, ഫ്ലൂറിൻ, കാർബൺ, സോഡിയം. മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയമാണ്. മലബാർ ഹിൽസ് എവിടെയാണ്? കൊച്ചി, മുംബൈ, ഹൈദരാബാദ്, പൂനെ. മുംബൈയിലാണ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത്? പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്രന്ഥി, തൈറോയിഡ്, തൈമിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? 52, 45, 54, 25. 52-ാം ഭരണഘടനാ അനുച്ഛേദമാണ്. സ്വകാര്യ മേഖലയിൽ ആയുധ നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ, രാജസ്ഥാൻ, പഞ്ചാബ്, മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ഏത്? 1986, 85, 84, 1982. 1986-ലാണ്. ഹിമാലയം എത്ര ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു? 5 ലക്ഷം, 4 ലക്ഷം, 6 ലക്ഷം, 8 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ. ഉത്തരം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ. വജ്രം കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള സ്വാഭാവിക പദാർത്ഥം ഏത്? ചെമ്പ്, കൊറോണ്ടം, ഇരുമ്പ്, ഡയമണ്ട്. കൊറോണ്ടത്തിനാണ് 2ാം സ്ഥാനം. സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏത്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. ഏലത്തിനെയാണ് സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത്. ലോക അൽഷിമേഴ്സ് ദിനം എന്ന്? സെപ്റ്റംബർ 21, മാർച്ച് 22, ഡിസംബർ 23, ജനുവരി 24. സെപ്റ്റംബർ 21 ശരിയായ ഉത്തരം. ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം? പോളണ്ട്, റഷ്യ, USA, ജപ്പാൻ. USA ആണ്. വയലാർ അവാർഡ് വിതരണം ചെയ്യുന്ന തീയതി എന്ന്? ഒക്ടോബർ 1, സെപ്റ്റംബർ 7, ഒക്ടോബർ 27, ഓഗസ്റ്റ് 15. ഒക്ടോബർ 27-നാണ്. ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത്? ബീഹാർ, ആസാം, ഒഡീഷ, രാജസ്ഥാൻ. ആസാംകാരാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം, യുറേനിയം, നിഹോണിയം, തോറിയം. ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏത്? ആസാം, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ. ആസാമിലായിരുന്നു. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പൂമ്പാറ്റ പാർക്ക് കേരളത്തിൽ എവിടെയാണ്? കൊല്ലം, കോട്ടയം, ഇടുക്കി, വയനാട്. കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച വർഷം
1957, 1857, 1955, 1954. 1857 ജനസംഖ്യയിൽ ഇന്ത്യയിൽ എത്രാം സ്ഥാനത്താണ് കേരളം? 12ാം സ്ഥാനം, 14, 13, 15ാം സ്ഥാനം. 13ാം സ്ഥാനമാണ്. കേരളത്തിലെ ആദ്യ തൂക്കുപാലം ഏത്? തിരൂർ, ബേപ്പൂർ, പുനലൂർ ഇവയൊന്നുമല്ല. കേരളത്തിലെ ആദ്യ തൂക്കുപാലം പുനലൂരാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏത്? കുണ്ടറ, മഞ്ചേശ്വരം, ബ്രഹ്മപുത്ര, നിലമ്പൂർ. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരമാണ്. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം? ചെറുതുരുത്തി, മാഹി, കണ്ണൂർ, പെരുമ്പാവൂർ. കണ്ണൂരാണ് ആസ്ഥാനം. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൽപ്പറ്റ, കൊണ്ടോട്ടി, പൈനാവ് ഇതൊന്നുമല്ല. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏത്? ഇടുക്കി, മലപ്പുറം, കോട്ടയം, വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 1, 11, 15, 21. ഇടുക്കി ജില്ലയിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 1. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏത്? ഇടുക്കി, മലപ്പുറം, കോട്ടയം, വയനാട്. വെളുത്തുള്ളി കൃഷിക്ക് പേരുകേട്ടത് ഇടുക്കി ജില്ലയാണ്. ദിവസേനയുള്ള ലൈംഗിക ബന്ധം സ്ത്രീകളിൽ ഉണ്ടാക്കുന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് നിതംബം വലുതാകുന്നു, സ്തനം വലുതാകുന്നു, സ്തനം ചെറുതാകുന്നു, ദേഷ്യം കൂടുന്നു. സ്തനം വലുതാകുന്നു.